ചേട്ടൻ തെറ്റിദ്ധരിക്കരുത്. എന്റെ മോനൊരു പാവം ചെറുക്കനാ. കയ്യിലിരിപ്പ് മുഴുവൻ പോക്കരുത്തരമാ. തിന്ന ചോറിന് നന്ദി ഉള്ളതുകൊണ്ട് പറയാ. കല്യാണിയും ഭർത്താവും തമ്മില് എന്നും മുട്ടം വഴക്ക. അതെന്താ കാര്യം അറിഞ്ഞിട്ട് ചേട്ടനോടൊന്നും അത് പറയാൻ വേണ്ടിയാ അവൻ ആ വാദിക്ക് ചെന്ന് നിന്നത്. നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. ആ എന്റെ മോളെയും വിഷ്ണുവിനെയും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വെച്ച് ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. അയ്യോ, കല്യാണി എന്റെ മോളെ പോലെയാ. ദേ ഇവളെ പോലെയാ. അമ്മാമ്മയ്ക്ക് ഇവിടെ നടക്കുന്ന ഒന്നും അറിയില്ല. ഞങ്ങള് ദിവസം കേൾക്കുന്നതാ. ദേ ഇന്ന് രാത്രിയില് അവര് മുറിക്കുള്ളി കയറിയ ശേഷം ചേട്ടാ ആ വാദിക്ക് ചെന്ന് നിൽക്ക്. അപ്പ കേക്കാം അവിടെ നടക്കുന്ന പൂരം. എന്നിട്ട് ഞങ്ങളെ വിശ്വസിച്ചാ മതി. പടി. ഒന്ന് വേഗം വരുന്നുണ്ടോ? തനിക്ക് എന്താടോ വട്ടുണ്ടോ? ഈശ്വര, ഇങ്ങനെ ഒരു പ്രാന്തം വായി നോക്കിയാണല്ലോ എനിക്ക് കിട്ടിയത്. പ്രാന്തം വായി നോക്കി നിന്റെ അച്ഛൻ. ദേ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, ഇഡിയറ്റ്, ബ്ലഡി ഫൂൾ, ഗുഡ് ഫോർ നത്തിങ് മങ്കി. എന്താ വന്നു എന്താ എന്താ പ്രശ്നം? അല്ല, ഇവള് സാറിന്റെ പേര് ഓരോന്നായിട്ട് വിളിച്ചു കൂവുന്നു. ഇഡിയറ്റ്, ഫൂൾ, മങ്കി, പിന്നെന്താ? അതേടാ, ഞാൻ അതൊക്കെയാ. അല്ല പിന്നെ ചെറ്റ ഏർപ്പാട് ചെയ്യൂലായിരുന്നല്ലോ. നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഇനി എന്ത് ചെയ്യണേലും എക്സ്ട്രാ കാശ് വേറെ തരണം. തരാം. 1,00,000 രൂപ റെഡി കാശ് കൈ തരാം. തമാശ പറയണ്ട. തമാശ അല്ല, സത്യം. സത്യം. വെറുതെ മോഹിപ്പിക്കരുത്. ഇല്ല. എന്നാ പറ. ആ കൈ കൊടുത്തിട്ട് കൊല്ല. ഇപ്പോഴാ നിനക്ക് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം അത് തന്നെയാ. നിന്റെ സുഖത്തിന് വേണ്ടിയല്ല ഞാൻ കഷ്ടപ്പെടുന്നത്. ആ മനുഷ്യനുള്ള സ്നേഹം കൊണ്ടാ. അതെ. അദ്ദേഹത്തിന് കണ്ണിന് കാണാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. ഇത്ര കിടന്ന് ചാടാൻ ഇപ്പൊ ഇവിടെ എന്തോ ഉണ്ടായിരുന്നോ? നിങ്ങൾ തമ്മിലുള്ള ഉടക്കൊക്കെ അങ്ങനെ അറിഞ്ഞു. അങ്കിൾ, ആ വീപ്പക്കുറ്റി തള്ളയും കൂടെ എല്ലാം ചെന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ ഭാഗ്യം കൊണ്ട് ഞാനത് കേട്ടു. രാത്രി ചെക്കിംഗ് ഉണ്ട്. രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താ?